നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മദ്യനയ കേസിൽ ഇഡി കസ്റ്റഡിയിൽ കഴിയുന്ന അരവിന്ദ് കേജ്രിവാളിനെ കാണാൻ കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെ ഭാര്യ സുനിത കേജ്രിവാൾ എത്തുകയുണ്ടായി. സഹായിക്കൊപ്പം ഭക്ഷണം ഉൾപ്പെടെ കരുതിയ ബാഗുമായിട്ടാണ് എത്തിയത്. സുനിതയ്ക്ക് ആം ആദ്മി പാർട്ടിയിൽ നിർണായക സ്ഥാനം ലഭിക്കുമെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. 1993 ബാച്ച് IRS ഉദ്യോഗസ്ഥയായിരുന്ന സുനിത 2016 ജൂലൈയിൽ ആദായ നികുതി വകുപ്പ് കമ്മീഷണറായിരിക്കെയാണ് സ്വയം വിരമിച്ച് കുടുംബജീവിതത്തിൻ്റെ തിരക്കിലേക്ക് കടന്നത്. 1995 IRS ഓഫീസറായിരുന്ന കേജ്രിവാളിനെ ഭോപ്പാലിലെ പരിശീലന ക്യാമ്പിലാണ് സുനിത പരിചയപ്പെടുന്നത്. പിന്നെ വിവാഹത്തിലേക്കെത്തി. ജോലി ഉപേക്ഷിച്ച് അഴിമതി വിരുദ്ധ പോരാട്ടത്തിനിറങ്ങാൻ കേജ്രിവാൾ തീരുമാനിച്ചപ്പോഴും സുനിത കൂടെ നിന്നു. പാർട്ടി പ്രചാരണങ്ങളിലും വിജയാഘോഷങ്ങളിലും കേജ്രിവാളിൻ്റെ നിഴലായി സുനിതയുണ്ട്. ഇപ്പോൾ ED കസ്റ്റഡിയിലായിരിക്കുമ്പോഴും കേജ്രിവാളിൻ്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും സുനിത തന്നെയാണ്. അറസ്റ്റിൽ പ്രതിഷേധിച്ച ആദ്മി പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വ്യാപകമായി മെഴുകുതിരി പ്രകടനം നടത്തുകയുണ്ടായി. പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു. ആം ആദ്മി MLA ദിലീപ് K പാണ്ഡെയുടെ തിമിർപൂരിലെ ഓഫീസിന് മുന്നിൽ സുരക്ഷാ സേനയെ ഇറക്കിയതിൽ പ്രതിഷേധിച്ചു. ഓഫീസ് സീൽ ചെയ്തെന്നും ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് ബോണ്ടുമായി ബന്ധപ്പെട്ട് തങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ BJPയുടെ നിശബ്ദതയെ ചോദ്യം ചെയ്തു. കൂടുതൽ ആദ്മി നേതാക്കൾക്ക് ED സമൻസ് നൽകുമെന്ന സൂചനകളുണ്ട്. തെലങ്കാനയിൽ അറസ്റ്റിലായ കവിതയുടെ ഭർത്താവ് DR അനിലിൻ്റെ സഹോദരി M അഖിലയുടെ ഹൈദരാബാദ് മദാപൂരിലെ വസതിയിൽ പരിശോധന നടത്തി. അഖിലയുടെ മകളുടെ ഭർത്താവ് ശരണിന് മദ്യനയത്തിലെ ഷെൽ കമ്പനികൾ മുഖേനയുള്ള കള്ളപ്പണ ഇടപാടിൽ ബന്ധമുണ്ടോ എന്നാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്.